പത്തനംതിട്ട പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് ചെടി വളർത്തിയെന്ന കേസിൽ അന്വേഷണം വിപുലമാക്കി വനം വിജിലൻസ്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ BR ജയന്റെ CDR പരിശോധിക്കും. ഗൂഢാലോചന, വ്യക്തിവിരോധം, ഔദ്യോഗിക പദവി ദുരുപയോഗം എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട്. കേസിൽ പ്രാഥമിക റിപ്പോർട്ട് ഉടൻ കൈമാറും. പ്രശാന്ത് തോട്ടുകളുണ്ട് വിശദാംശങ്ങളുമായി. പ്രശാന്ത്, ഇന്നലെ ജയന്റെ മൊഴിയെടുത്തിരുന്നു. ഇന്നിപ്പോൾ അന്വേഷണം ഏത് രീതിയിൽ വിപുലീകരിക്കുമെന്നാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ചായിരുന്നു ഫോറസ്റ്റ് ഓഫീസർ BR ജയന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ അന്വേഷണം വിപുലീകരിക്കാൻ വനം വിജിലൻസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഗൂഢാലോചന, വിരോധം, ഒരു ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളുണ്ടോ എന്നായിരിക്കും പ്രധാനമായും പരിശോധിക്കുക. കാരണം 19-ാം തീയതി ജയനെ സ്ഥലം മാറ്റിയിരുന്നു. അതിനുശേഷം 21-ാം തീയതിയാണ് ഈ കഞ്ചാവ് ചെടി സംബന്ധിച്ച ഒരു റിപ്പോർട്ട് 16-ാം തീയതി വെച്ച് നൽകുന്നത്. മാത്രമല്ല, ജയനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതി നൽകിയവരുടെ പേര് കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, ഇത് ഏതെങ്കിലും തരത്തിൽ ബോധപൂർവം എഴുതി ചേർത്തതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കും. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം വിപുലീകരിച്ച് മുന്നോട്ട് പോകാൻ വനം വിജിലൻസ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ജയന്റെ മൊഴി എടുത്തിരുന്നു. കോട്ടയത്ത് വെച്ചായിരുന്നു മൊഴിയെടുത്തത്. ആ രേഖപ്പെടുത്തിയിട്ടുള്ള മൊഴികളും മറ്റ് രേഖകളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഒരു പ്രാഥമിക റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൈമാറുക. വനം വിജിലൻസ് വിഭാഗം ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥരെ തനിക്ക് വിശ്വാസമാണ്, വ്യക്തമായ മൊഴി നൽകിയിട്ടുണ്ട്, അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാണ് ജയൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പത്തനംതിട്ട പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് ചെടി വളർത്തിയെന്ന കേസിലാണ് അന്വേഷണം വിപുലമാക്കിയിരിക്കുകയാണ് വനം വിജിലൻസ്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ BR ജയന്റെ CDR പരിശോധിക്കും. വിശദാംശങ്ങളാണ് പ്രശാന്ത് തോട്ടുങ്കൽ നൽകിയത്.